എറണാകുളം പാലാരിവട്ടം പൈപ്പ് ലൈനിലെ മസാജ് പാർലറിനെതിരെ ഗുരുതര ആരോപണവുമായി ഒരു പെൺകുട്ടി രംഗത്ത് വന്നു. ടെലികോളർ തസ്തികയിലേക്ക് വിളിച്ചു വരുത്തി അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് നിർബന്ധിച്ചു എന്നാണ് നമ്മുടെ ക്യാമറ നോക്കി ഈ പെൺകുട്ടി പറഞ്ഞത്. സ്പെഷ്യൽ സ്ക്വാഡിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പലരും ഇവിടെ സന്ദർശകരായി എത്താറുണ്ടെന്നും ആരോപണമുയരുന്നു. പുറത്തു പറഞ്ഞാൽ ഉപദ്രവിക്കുമെന്നും ഭീഷണി. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ആദ്യം നമുക്ക് ആ പെൺകുട്ടിയുടെ പ്രതികരണത്തിലേക്ക് ഒന്ന് കടക്കാം. ഞാൻ ടെലികോളിംഗ് ആഡ് കണ്ടിട്ടാണ് അവരെ വിളിച്ചത്. അപ്പോൾ അവർ പറഞ്ഞ ആയുർവേദ മസാജാന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എപ്പോഴും കാണുന്നില്ലേ മസാജിന്റെ അവിടെ. അന്നേരം ഞാൻ അത് ഡയറക്റ്റ് അവരോട് ചോദിച്ചു, ഇന്നണക്കാണോ, അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം അവർ ഒന്നും വിട്ട് പറഞ്ഞില്ല, ഡയറക്റ്റ് വരാനാണ് പറഞ്ഞ, വേറൊന്നുമില്ല, ഇവിടെ സർട്ടിഫൈഡ് ആണ്, ആയുർവേദ മസാജിന്റെ ആണെന്ന് പറഞ്ഞു. എന്നെ കുറെ പുഷ് ചെയ്തു, സ്റ്റാഫില്ല, ഒന്ന് കെയർ, നല്ല അത്യാവശ്യം ടിപ്പ് കിട്ടും, ഒരു ഇതിൽ തന്നെ നിന്ന 1 മാസം 2 ലക്ഷത്തിന് പുറത്ത് വാങ്ങാം, അങ്ങനെ കുറെ പ്രഷർ ചെയ്തു. അപ്പോൾ എനിക്കത് താല്പര്യം തോന്നിയില്ല. ഞാൻ അത് വേണ്ട, ഞാൻ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്നു പറഞ്ഞു, ഇങ്ങനെ ഇതിന്റെ മറവിൽ ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവര് എന്നെ ഒരു ഭീഷണി പോലെ, എന്തായാലും ഈ 2 ദിവസം നിന്ന് പൈസ തരില്ല, സാലറിയുടെ പൈസ തരില്ല. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നടക്കുന്ന കാര്യം പുറത്ത് ആരോടെങ്കിലും പറഞ്ഞാൽ അതിൻ്റെത് ഞാൻ ഭാവിയിൽ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അവർക്ക് കേരളത്തിൽ ഒരുപാട് ബ്രാഞ്ചസും ഉണ്ട്. പാലാരിവട്ടം പൈപ്പ് ലൈനിന്റെ അവിടെയാണ്. അവർക്ക് തന്നെ കാക്കനാട് പിന്നെ കുണ്ടന്നൂരും ഉണ്ട്. ഇവിടെ സർവീസ് എടുക്കുവാൻ വേണ്ടി വരുന്നത് സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ആളുകളാണല്ലേ? പോലീസുകാരും ഉണ്ട്. കഴിഞ്ഞ ദിവസം ആലുവ സ്ക്വാഡിൽ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പുള്ളീനോട് ചോദിച്ചു, നിങ്ങൾ തന്നെ ഇങ്ങനെ ചെക്കിങ്ങിന് വരുന്ന, എന്നിട്ട് നിങ്ങൾ തന്നെ ആരും അറിയാണ്ട് ഇങ്ങനെ വരികയും ചെയ്യുന്നു. അപ്പം അയാൾ പറയുന്നത് അവർക്കും സ്റ്റാഫിനും ജീവിക്കണ്ടേ, അവരിങ്ങനെ പൈസക്കല്ലേ വരുന്നതെന്നാണ്. പിന്നെ പല ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരും വരുന്നുണ്ട്, ചെറിയ പയ്യന്മാർ വരെ വരുന്നുണ്ട്. കൂടുതലും ചെറിയ പയ്യന്മാരാണ് ഉപദ്രവം എന്നൊക്കെയാണ് കേൾക്കുന്നത് അകത്ത് കയറിയാൽ. അമൽ സുരേന്ദ്രൻ തത്സമയ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രൈം ടൈമിലേക്ക് സ്വാഗതം അമൽ സുരേന്ദ്രൻ. നമുക്ക് ഈ പെൺകുട്ടി വർക്ക് ചെയ്ത സ്ഥാപനത്തിലെ ആളുകളുമായി സംസാരിക്കാൻ കഴിഞ്ഞോ? SKN, അല്പസമയം മുൻപാണ് നമ്മൾ പാലാരിവട്ടം പൈപ്പ് ലൈനിലുള്ള ഈ ഒരു മസാജിങ് സ്ഥാപനത്തിലേക്ക് ചെല്ലുകയും അവിടെയുള്ളവരുമായി സംസാരിക്കുകയും ചെയ്യുന്നത്. നമ്മൾ അവിടെ ഒരു കസ്റ്റമർ എന്ന നിലയിലാണ് ചെന്ന് കയറുന്നതും അതിന് സംബന്ധമായ ചോദ്യങ്ങളെല്ലാം നമ്മൾ അവരോട് ചോദിക്കുകയും തുടർന്ന് സെലക്ഷൻ എന്ന പേരിൽ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെ എല്ലാം നമ്മുടെ മുൻപിലേക്ക് വരുത്തുകയും നമ്മുടെ മുമ്പിൽ വെച്ച് സ്ത്രീകളെ സെലക്ട് ചെയ്യാൻ പറയുകയുമായിരുന്നു. പിന്നീട് നമ്മൾ അവരോട് എന്തൊക്കെയാണ് സർവീസ് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ എല്ലാ ഒരുമാതിരിപ്പെട്ട രീതിയിലുള്ള ഒരു രീതിയിലാണ് അവർ നമ്മളോടെല്ലാം പെരുമാറിയത്. നമ്മളോട് അവർ കൃത്യമായി കാര്യങ്ങളെല്ലാം പറയുന്നു, ഇന്നതാണ് ഇവിടുത്തെ സർവീസുകൾ എന്ന് പറയുന്നു. അതിനുശേഷം നമ്മൾ കുറെ കൂടി വ്യക്തമായിട്ട് സെക്ഷൽ ആയിട്ടുള്ള താല്പര്യങ്ങൾ സംതൃപ്തി ലഭിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതും ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ അകത്ത് സംസാരിച്ചാൽ മതി, നിങ്ങൾ എക്സ്ട്രാ ടിപ്പ് അവർക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. നമുക്കറിയാം, കൊച്ചിയിൽ ഇത്തരത്തിൽ മസാജിങ് സെന്ററുകളുടെ കീഴിൽ അല്ലെങ്കിൽ അതിന്റെ മറവിൽ ഇത്തരത്തിലുള്ള ലൈംഗിക കേന്ദ്രങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. അല്ലെങ്കിൽ പലതരത്തിലുള്ള ലൈംഗിക സംതൃപ്തിക്കും വേണ്ടിയിട്ട് സമൂഹത്തിലെ പല തുറകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്താറുമുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിലെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മറ്റൊരു തൊഴിലിന് വേണ്ടിയിട്ട് പലതരത്തിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഇത്തരത്തിൽ പെൺകുട്ടികളെ അല്ലെങ്കിൽ ടെലികോളിംഗ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തിയതിനു ശേഷം ഇവിടെ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്, അനാശാസ്യമായിട്ടുള്ള മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈ കുട്ടികളെ നിർബന്ധിക്കുകയും പ്രലോഭിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനു വേണ്ടിയിട്ട് ആ കുടുംബങ്ങൾ, സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് വ്യക്തമായി പെൺകുട്ടികളെ തിരഞ്ഞെടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും കോളേജ് വിദ്യാർത്ഥിനികൾ അടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു കാര്യവുമായി ഒട്ടും താല്പര്യമില്ല, തനിക്കിത് ഇത്തരത്തിലൊരു ജോലി ചെയ്യാൻ സാധിക്കില്ല, പട്ടിണി കിടന്നാലും ഇത്തരം ഒരു ജോലി ചെയ്യില്ല എന്ന് ഈ കുട്ടി തീർത്ത് പറഞ്ഞതിനെ തുടർന്നാണ് ഈ കുട്ടി അവിടെ നിന്ന് ഇറങ്ങുന്നത്. 2 ദിവസം മാത്രമേ ഈ കുട്ടി അവിടെ ജോലി ചെയ്തോളൂ, അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങുകയായിരുന്നു. അപ്പോൾ ഈ കുട്ടി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവർ വെറുതെ ഇരുന്നില്ല, ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഈ ഒരു വിവരം നിങ്ങൾ പുറത്തു പറയുകയോ ഏതെങ്കിലും തരത്തിൽ ഈ വിവരം പുറത്താവുകയോ ചെയ്താൽ തങ്ങളുടെ ജീവന് ആപത്തുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. നമുക്കറിയാം, സമൂഹത്തിന്റെ പല തുറകളിലും ഇത്തരത്തിലുള്ള ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ലൈംഗിക തൊഴിലാളികളുണ്ട്, അവർക്ക് സംഘടനകളുണ്ട്. പക്ഷേ ഇത്തരം ഒരു തൊഴിൽ ചെയ്യുവാൻ വേണ്ടി അതിൽ നിന്ന് വലിയ ലാഭം ഉണ്ടാക്കാമെന്ന് പ്രലോഭിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ ഇത്തരത്തിലൊരു ജോലിയിലേക്ക് അടുപ്പിക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും അടുപ്പിക്കുന്ന ഒരു സാഹചര്യം എന്നത് അങ്ങേയറ്റം ഗൗരവകരമാണ്. അതിൽ പ്രധാനപ്പെട്ടത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ സ്ഥിരം സന്ദർശകരായി എത്തുന്നത് എന്നത് ഞെട്ടിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. SKN, നമുക്കറിയാവുന്നതാണ്, കുറച്ച് നാളുകൾക്ക് മുൻപ് കൊച്ചി
കൊച്ചിയിൽ നിന്ന് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉടമസ്ഥയിലുള്ള സ്പാകൾ, അനാശാസ്ത്രീയ കേന്ദ്രങ്ങളായി നടക്കുന്ന സ്പായുടെ മറവിൽ നടക്കുന്ന കേന്ദ്രങ്ങൾ പോലീസ് തന്നെ റെയ്ഡ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ റെയ്ഡ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ കണ്ടതാണ്. കോളേജ് വിദ്യാർത്ഥിനികൾ അല്ലെങ്കിൽ വളരെ പ്രായം കുറഞ്ഞ പെൺകുട്ടികളാണ് ഇതിന്റെ എല്ലാം ഇരകളായി നിൽക്കുന്നത് എന്നതാണ് അതിന്റെ മറ്റൊരു ഉദാഹരണമാണ്. അതിൽ ഒരു പെട്ടുപോയ ഒരു സ്ത്രീയുടെ, ഒരു പെൺകുട്ടിയാണ് നമുക്ക് മുൻപിൽ വന്ന് ഇത്തരത്തിൽ തനിക്കുണ്ടായ ഒരു ദുരനുഭവം വിവരിച്ചത്. SKN. താങ്ക് യു. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിർഭാഗ്യകരമായ സംഭവമാണ് പെൺകുട്ടികളെ ഈ ചെറിയ ജോലിക്കെടുത്തിട്ട് മറ്റു ചില കർമ്മങ്ങൾക്ക് അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളത്.